നമസ്കാരം. യോഗസൂത്രം 1.7 പ്രത്യക്ഷ അനുമാന ആഗമാഹ പ്രമാണാനി. അതിൽ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകൾ നമ്മളെ ബന്ധനസ്ഥനാക്കാം. അനുമാനം നിഗമനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ നമ്മളെ ബന്ധനസ്ഥനാക്കാം. എന്നാൽ മൂന്നാമത്തെ അറിവ് ആഗമാഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രിപ്ചർ, വേദം, ഉപനിഷത്ത്, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം മുതലായവയിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ. അതാണ് നമ്മുടെ മോചനത്തിനുള്ള അറിവുകൾ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ക്ലിഷ്ടങ്ങളും അക്ലിഷ്ടങ്ങളുമുണ്ട് അറിവുകൾ. വൃത്തയ പഞ്ചതയ്യാഹ ക്ലിഷ്ട അക്ലിഷ്ടാഹ. നമ്മളെ ബന്ധനസ്ഥനാക്കുന്ന ക്ലിഷ്ടം, മോചനത്തിന് കാരണമാകുന്ന അക്ലിഷ്ടം വൃത്തികളുണ്ടെന്ന് പറഞ്ഞു. അതിൽ അക്ലിഷ്ട വൃത്തിയാണ് ആഗമാഹ, വേദങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം നമ്മുടെ സ്ക്രിപ്ചറുകളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം, കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതായത് നമ്മുടെ ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്, ഉദ്ധരേദാത്മനാത്മാനം ആത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധൂർ ആത്മൈവ രിപുരാത്മനഃ. അതായത് നമ്മുടെ ചിത്തവൃത്തി നിരോധിച്ച മനസ്സ്, ആ മനസ്സിനെ കൊണ്ട് ഉദ്ധരേദാത്മനാത്മാനം, ആ മനസ്സിനെ കൊണ്ട് എന്ത് വേണം, ആത്മാനത്തിനെ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ബോധം. ഒരു കലങ്ങിയ കുളത്തിൻ്റെ അടിത്തട്ട് കാണാത്തതുപോലെ കലങ്ങിയ മനസ്സ് നമ്മുടെ ബോധത്തെ തടയുകയാണ് നിലവിൽ ചെയ്യുന്നത്. അപ്പോൾ ഉദ്ധരേത് ആത്മനാത്മാനം, നമ്മുടെ യോഗാഭ്യാസത്തിലൂടെ നമ്മുടെ ചിത്തവൃത്തിയെ നിരോധിച്ചു കഴിഞ്ഞാൽ ആ മനസ്സുകൊണ്ട് അടിത്തട്ടിലുള്ള ബോധത്തെ നമ്മൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്ന മനസ്സ് ഉദ്ധരേദാത്മനാത്മാനം ആത്മാനം അവസാദയേത്. ഒരിക്കലും നമ്മുടെ മനസ്സിനെ താഴോട്ട് വിടരുത്. ആ മനസ്സിൻ്റെ കഴിവിനെ നമ്മൾക്ക് അംഗീകരിക്കാൻ സാധിക്കണം. എന്നിട്ട് മനസ്സിനെ കൊണ്ട് ആത്മാവിനെ, ബോധത്തെ ഉയർത്തിക്കൊണ്ടുവരണം. ഉദ്ധരേദാത്മനാത്മാനം ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ രിപുരാത്മനഃ. ആ മനസ്സാണ് നമ്മുടെ ബന്ധുവും ശത്രുവും. അതായത് നമ്മുടെ അടിത്തട്ടിലുള്ള ബോധത്തെ കണ്ടെത്താൻ കഴിയുന്ന മനസ്സ് നമ്മുടെ ബന്ധുവും, അത് കണ്ടെത്താൻ കഴിയാത്ത മനസ്സ് നമ്മുടെ ശത്രുവുമാണ്. മനസ്സിനെ മിത്രമാക്കണമെങ്കിൽ ചിത്തവൃത്തി നിരോധിക്കണം. മനസ്സിൻ്റെ ചിത്തവൃത്തി നിരോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബോധം തന്നെയായി. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ പരിഹാരത്തിലേക്ക് മാറി. നമ്മുടെ മനസ്സിൽ 100,000 ചിന്തകളില്ല, ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടാവൂ, ബോധം. അതിലെത്താൻ നമുക്ക് സാധിക്കണം. അതാണ് യോഗ അഭ്യാസത്തിലൂടെ നമ്മൾക്ക് സാധിക്കുന്നത്. ഞാൻ പറഞ്ഞ ഭഗവത്ഗീത എല്ലാം യോഗമാണ്. ഭഗവത്ഗീതയിൽ പറയുന്നതും യോഗശാസ്ത്രം തന്നെയാണ്. ചിന്തിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.